ശ്രീ പന്ന്യൻ രവീന്ദ്രൻ, പഴകുളം മധു അടക്കമുള്ള ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. അഡ്വക്കേറ്റ് എം മോനായി അടക്കമുള്ള ആളുകൾ, അതുപോലെ കൊല്ലത്ത് നിന്ന് അഡ്വക്കേറ്റ് മോഹൻരാജ്, അഡ്വക്കേറ്റ് ബോറിസ് പോൾ തുടങ്ങിയ വക്കീലന്മാരും ഈ സിംപോസിയത്തിൽ പങ്കെടുക്കുന്നുണ്ട്. എസ് കുമാർ, BJP ദേശീയ നിർവാഹക സമിതി അംഗവും ഈ പരിപാടിയിൽ പങ്കെടുക്കും എന്ന് അറിയിച്ചിട്ടുണ്ട്. പൊതുവെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസ് നടക്കുന്ന ഘട്ടത്തിലാണ് നമ്മൾ രാഷ്ട്രീയ പ്രമേയത്തിലൂടെ അടുത്ത പാർട്ടി കോൺഗ്രസ് വരെയുള്ള നയപരിപാടികൾ രൂപീകരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വേദിയാണ് പാർട്ടി കോൺഗ്രസ്. ഇത്തവണ നമ്മൾ ദേശീയ അന്തർദേശീയ കാര്യങ്ങൾ, കേരളത്തിലെ ഇന്നത്തെ അവസ്ഥ എല്ലാം രാഷ്ട്രീയ പ്രമേയത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ചർച്ച ചെയ്ത് രാഷ്ട്രീയ പ്രമേയം പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ചതിന് ശേഷം മാത്രമേ അത് പുറത്തേക്ക് കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ട് നമ്മളിപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ അതില്ല. നാളത്തെ പ്രതിനിധി സമ്മേളനം ചർച്ച ചെയ്യും. അതിനുശേഷം മറുപടിയും മറ്റു കാര്യങ്ങളുമായി കൂടുതൽ എന്തെങ്കിലും ഉൾപ്പെടുത്തണമെങ്കിൽ അതുകൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് രാഷ്ട്രീയ പ്രമേയം ഫൈനലൈസ് ചെയ്യും. ജനറലായിട്ടുള്ള ഒരു ചുരുക്കെഴുത്ത് ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ആ നോട്ടിൽ തന്നെയുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷന് പിന്തുണക്കുന്ന, രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും കാക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ, ജനാധിപത്യ പ്രസ്ഥാനങ്ങളോട് CMP കൈകോർക്കും. വരാനിരിക്കുന്ന പഞ്ചായത്ത് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അത് തീർച്ചയായും പ്രതിഫലിക്കും. ഭരണഘടനയ്ക്ക് പൂർവ്വയ്ക്കയക്കുന്ന, ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും CMP ആ രാഷ്ട്രീയ പാർട്ടിയായിട്ടോ അത് പ്രതിനിധാനം ചെയ്യുന്ന മുന്നണിയായിട്ടോ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനം എടുക്കുന്ന സമ്മേളനമാണ് നടക്കാൻ പോകുന്നത്. അതിൻ്റെ തീരുമാനങ്ങൾ ഈ സമ്മേളനത്തിൻ്റെ അവസാനത്തോടുകൂടി തീർച്ചയായും നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. രാഷ്ട്രീയ പ്രമേയത്തിൻ്റെ കാതലും നിങ്ങൾക്ക് കൈമാറുന്നതായിരിക്കും സമ്മേളനം അംഗീകരിച്ചതിന് ശേഷം. CMP ഞങ്ങളുടെ അല്ലെങ്കിൽ എൻ്റെ നേതൃത്വത്തിലുള്ള CMP ഇപ്പോൾ UDF-ലോ LDF-ലോ ഘടകകക്ഷിയല്ല. ഞങ്ങൾ സ്വതന്ത്രമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അല്ല, UDF LDF എന്ന് പറയുന്ന കൺസെപ്റ്റ് തന്നെ ഇതിലുണ്ട്. രണ്ടും കൂടിയുള്ളതാണല്ലോ ഇന്ത്യ മുന്നണി. പിന്നെ ഇവിടെ കേരളത്തിലൊരു അഡ്ജസ്റ്റ്മെൻ്റ് അല്ലേ, തമ്മിലൊന്ന് ഫൈറ്റ് ചെയ്ത് നോക്കുക എന്നുള്ളതല്ലേ ഉള്ളൂ. ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് CPM-ഉം കോൺഗ്രസും അടക്കമുള്ള ദേശീയ കക്ഷികളല്ലേ. അപ്പോൾ ഇവിടെ കോൺഗ്രസും CPM-ഉം രണ്ട് മുന്നണിയിലായി എന്നുള്ളത് വെച്ചാൽ അവർ തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് ഏത് മുന്നണിയിലും നമുക്ക് ചേരാവുന്നതാണ്. ഏത് മുന്നണിയാണോ നമ്മൾ ഇപ്പം അൻവറൊക്കെ ഇറങ്ങിയപ്പോൾ ഇറക്കി വിടാനും സ്വീകരിക്കാനും ആളുകളുണ്ടാവും. നമ്മുടെ അതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അപ്പോൾ അതിൻ്റെ ഐഡിയോളജി വെച്ച് നമ്മുടെ സ്വീകരിക്കാൻ തയ്യാറാവുന്ന ഏത് മുന്നണിയുമായും സഹകരിക്കും. അത് കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് ഒന്നുമില്ല. കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് ഇപ്പോൾ ഒരു ഭാഗത്താണ്. ഇപ്പോൾ രണ്ടായിട്ട് പറയേണ്ട കാര്യമില്ല. കേരളത്തിൽ മാത്രം കാണുന്ന ഒരു പ്രത്യേകതയാണ് ഈ രണ്ട് മുന്നണി. VP സിംഗ് അടക്കമുള്ള നേതാക്കൾ അദ്വാനി, വാജ്പേയി ആയിട്ടുള്ള ഒരു കുറുമുന്നണി ഉണ്ടാക്കി മുന്നോട്ട് പോയ 80കളിൽ അല്ലേ മുന്നോട്ട് പോയതാണ്. സഖാവ് പിണറായി 70 കാലഘട്ടങ്ങളിൽ ജനസംഘത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിട്ടുണ്ട്. ഇടതുപക്ഷം ഒരു സ്പേസ് കൊടുത്തതിലൂടെ തന്നെയാണ് BJP കടന്നത്. ഒരു ജനകീയ മുഖം BJPക്ക് ഉണ്ടാവുന്നത്. BJP വർഗീയ കക്ഷിയല്ല എന്ന് ഞാൻ മാത്രമല്ലല്ലോ, പ്രകാശ് കാരാട്ടും പറഞ്ഞില്ലേ വർഗീയ കക്ഷിയല്ലെന്ന്. പിന്നെ നമുക്ക് മറിച്ചൊരു അഭിപ്രായമില്ല. അതേ അഭിപ്രായം തന്നെയാണ് നമുക്ക്. അവരെ സ്വീകരിക്കുകയോ നമ്മളങ്ങോട്ട് ചർച്ച ചെയ്യുകയോ എന്ത് തന്നെയായാലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് അസംബ്ലി ഇലക്ഷൻ, പഞ്ചായത്ത് ഇലക്ഷനൊക്കെ വരികയാണ്. ആ സാഹചര്യത്തിൽ മുന്നണി ഉണ്ടാക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അവരുമായിട്ട് സഹകരിക്കേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാൽ സഹകരിക്കും. അത് അർത്ഥമാക്കുന്നത് BJP ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അംഗീകരിക്കുക എന്നുള്ളതല്ല. നമുക്ക് ഒരുപാട് എതിർപ്പുകളുള്ള കാര്യങ്ങളുണ്ടാവും. അതിനെ തികച്ചും പൊതുജന മധ്യത്തിൽ അത് അവതരിപ്പിച്ചുകൊണ്ട് തന്നെ, അതിനെ എതിർത്തുകൊണ്ട് തന്നെ BJPയുമായോ അല്ലെങ്കിൽ BJP പ്രതിനിധാനം ചെയ്യുന്ന മുന്നണിയായോ സഹകരിക്കുന്നതിൽ നമുക്ക് യാതൊരു വിരോധമില്ല. പാർട്ടി മെമ്പേഴ്സ് 75,000 കേരളത്തിലുടനീളമുള്ളത്. അനുഭാവികളും എല്ലാം കൂടെ 1.5 ലക്ഷം അടുപ്പിച്ചുള്ള ആളുകൾ CMPയുടെ നേതൃത്വത്തിലുണ്ട് ഇപ്പോൾ കേരളത്തിൽ.
സ്വാഭാവികമായി ഉണ്ടാവുകയും CP ജോണിന്റെ നേതൃത്വത്തിൽ ഒരു പാർട്ടി UDF നിലനിൽക്കുകയും MK കണ്ണൻ അതുപോലെ ഷാരിയർ മുതലുള്ള ആളുകൾ LDFന്റെ കൂടെ നിലയുറപ്പിക്കുകയും ചെയ്തു. അവർക്ക് ചില സ്ഥാനമാനങ്ങൾ ആ സമയത്ത് നൽകി. പിന്നീട് അവർ ആ പാർട്ടിയുമായിട്ട് ലയിക്കാൻ ഒരു ശ്രമം നടത്തി കണ്ണന്റെ നേതൃത്വത്തിൽ. അത് കൊല്ലത്ത് വെച്ച് നിങ്ങൾക്കറിയാവുന്നതാണ്, കൊല്ലത്ത് വെച്ചാണ് നടന്നത്. പക്ഷെ ലയനം നടന്നില്ല. കാരണം അത് ഞാൻ കോടതിയിൽ തടഞ്ഞു. ലയനം കോടതി തടഞ്ഞു. അവർ അപ്പീൽ പോയി, അപ്പീൽ തള്ളി. അപ്പോൾ ലയനം നടന്നില്ല. അതിന് പകരം അവർ ബോർഡിൽ എഴുതി വെച്ചത് CMP പ്രവർത്തകർ CPMലേക്ക് എന്നുള്ളതാണ്. CMP പ്രവർത്തകർ CPMലേക്ക് പോകുന്നതിലോ മറ്റു പാർട്ടികൾ പോകുന്ന നമുക്ക് വിരോധമൊന്നുമില്ല. കാരണം ലയനം എന്ന് പറഞ്ഞ് നടത്തിയിരുന്നെങ്കിൽ കണ്ടംപ്റ്റ് ആവും എന്ന് പൂർണ്ണമായും അവർക്കറിയാം. സഖാവ് പിണറായി കോടിയേരിയൊക്കെ പങ്കെടുത്ത മീറ്റിംഗാണ്. കണ്ടംപ്റ്റ് ആവും എന്നുള്ളത് കൊണ്ട് CMP പ്രവർത്തകർ CPMലേക്ക് എന്നുള്ള ബോർഡാണ് അവർ വെച്ചത്. CMP പ്രവർത്തകർ CPMലേക്ക് പോയി. ഈ സമ്മേളനത്തോടുകൂടി പൂർണ്ണമായ ഒരു ലയനം സംഭവിച്ചു. കാരണം ഓൾമോസ്റ്റ് MK കണ്ണന്റെ വയസ്സ് അവരുടെ ഇത് പ്രകാരം 75 കഴിഞ്ഞു. അധികം സംസ്ഥാന കമ്മിറ്റിയിൽ ഇനി ഉണ്ടാവുമെന്ന് അറിയില്ല. സംസ്ഥാന സമ്മേളനം നടക്കുക. ഷാരിയറിൻ്റെ അവസ്ഥ എന്താവും എന്നുള്ളത് നമുക്കറിയില്ല. സംസ്ഥാന സമ്മേളനം ഇപ്പം നിലവിലുള്ള 5 ജില്ലാ കമ്മിറ്റി മെമ്പർമാരിൽ നമ്മുടെ കോട്ടയത്തുള്ള ജയപ്രകാശ് എന്ന് പറഞ്ഞ ഈ ലയനത്തിൻ്റെ ഭാഗമായി അന്നത്തെ CMPക്ക് കിട്ടിയ, അല്ലെങ്കിൽ കണ്ണൻ വിഭാഗം CMPക്ക് കിട്ടിയ ജില്ലാ കമ്മിറ്റി മെമ്പർമാർ ഒരുവിധം എല്ലാം പുറത്തായി. ജയപ്രകാശ് പോയി കോട്ടയത്ത് നിന്ന്, ആറ്റിങ്ങൽ G സുഗുണൻ തിരുവനന്തപുരത്ത് നിന്ന് പോയി, സുരേഷ് മാഷ് എന്ന് പറയുന്ന ആൾ മാത്രമാണ് ഇപ്പോൾ കോഴിക്കോടുള്ളത്. എന്ത് സംഭവിക്കുന്നത് എനിക്കറിയില്ല. TCH വിജയൻ ആരോഗ്യ പ്രശ്നങ്ങളുമായിട്ട് അദ്ദേഹം പോകുന്നു. പാട്യം രാജൻ XMP അദ്ദേഹം ഏജ് ലിമിറ്റുമായിട്ട് പോകുന്നു. അപ്പം ഞാൻ പറയുന്നത് ലയനം എന്ന് അവരുദ്ദേശിച്ച ലയനം യഥാർത്ഥത്തിൽ ഇപ്പോൾ പൂർത്തിയായി. ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ 2 ഇല്ലല്ലോ, 1 അല്ലേ ഉള്ളൂ. അപ്പോൾ CMP CPM ലയനം CPMന്റെ ഈ സമ്മേളനത്തോടു കൂടി പൂർത്തിയായി കഴിഞ്ഞു. ഇനി CPM മാത്രമേ ഉള്ളൂ. CMP എന്ന് പറയുന്ന പ്രവർത്തകരില്ല. താഴേക്കടയിലുള്ള ലോക്കൽ കമ്മിറ്റികളിലും ബ്രാഞ്ച് കമ്മിറ്റികളിലുള്ള ബാക്കിയുള്ള നമ്മുടെ സഖാക്കളൊക്കെ ഈ ലയനത്തിൻ്റെ ഭാഗമായി കുറേ പേര് അതിനകത്ത് നിൽക്കുമായിരിക്കാം, കുറേ പേര് നമ്മളുടെ കൂടെ തിരിച്ചു വരുമായിരിക്കാം. ഈ സമ്മേളനത്തോടു കൂടി അങ്ങനെയുള്ള ഒരു നടപടികളും പഴയ CMPക്കാരുടെ ഭാഗത്തുനിന്നുണ്ടാവും. കോൺഗ്രസിനൊപ്പം ഉണ്ടോ? ഇത് ഒരു മുന്നണി വേണമെന്ന് ഒരു നിർബന്ധമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പം നമ്മളിപ്പം ഒരു കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പിന് ഒരു പ്രത്യേക മുന്നണിയുടെ ഭാഗമാവണമെന്നൊന്നുമില്ല. കേരളത്തിൽ 70കൾ, അത് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, 70കൾക്ക് ശേഷം രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ മുന്നണി രൂപീകരിച്ച് ഒരു ഭരണത്തിൽ ഒരു തവണ മാത്രം വരുന്ന ഒരു അന്തരീക്ഷം കേരളത്തിൽ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ മുന്നണി വേണം നിർബന്ധിക്കുന്നത്. ഒരു ആശയം ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ഒരു മുന്നണിയുടെ ആവശ്യമില്ല. മുന്നണിയുടെ ആവശ്യം എന്തിനാണ്? അധികാര സ്ഥാനങ്ങളിലോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പഞ്ചായത്ത്, അതുമാതിരി അസംബ്ലി, അതുമാതിരി പാർലമെന്റ്, അല്ലെങ്കിൽ പാർലമെന്ററി വ്യവസ്ഥിതിയിലേക്ക് കടന്നു ചെല്ലാൻ വരുമ്പോഴല്ലേ ഒരു ചെറിയ പാർട്ടിക്ക് ഒരു മുന്നണിയുടെ ആവശ്യം വരുന്നുള്ളൂ. ആ ഒരു ആവശ്യമില്ലാതെ തന്നെ നമ്മുടെ ആശയങ്ങൾ അവതരിപ്പിക്കാൻ ഒരു മുന്നണിയുടെ കാര്യമില്ല. ഇപ്പൊ കോൺഗ്രസിൽ ഇരിക്കുമ്പോൾ തന്നെ കോൺഗ്രസിനകത്ത് തന്നെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്. അവരുടെ തെറ്റായ നയങ്ങൾ അവരെ തന്നെ വിളിച്ചു പറയുന്നു.